യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അബിൻ വർക്കിയുടെ അവകാശവാദത്തെ പ്രതിരോധിക്കാൻ ബൈലോ ഉയർത്തിപ്പിടിച്ച് ഒരു വിഭാഗം രംഗത്ത് വരികയാണ്. വോട്ടെടുപ്പിൽ രണ്ടാമതെത്തിയതിനാൽ പ്രസിഡന്റാക്കണമെന്നാണ് അബിൻ വർക്കിയുടെ വാദം. ഇലക്ഷൻ ബൈലോ പ്രകാരം ഇന്റർവ്യൂ നടത്തിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കണമെന്നാണ് മറുപക്ഷത്തിന്റെ വാദം. രാഹുൽ മാറിയ പശ്ചാത്തലത്തിൽ അബിൻ വർക്കി, അരിത ബാബു എന്നിവർക്കൊപ്പം OJ ജനീഷിനെയും പരിഗണിക്കണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. KR സാജു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സാജു, ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സീരിയസ് ആയ ആലോചനയിലേക്ക് കടന്നോ കോൺഗ്രസിന്റെ നേതൃത്വം? ഇപ്പൊ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഏതാണ്? ഇപ്പൊ ഈ ഉയർന്നു വരുന്ന ബൈലോ പ്രശ്നം എന്തുമാത്രം ഒരു ഫാക്ടർ ആവാൻ പോവുകയാണ് അതിനകത്ത്? നിഷാദെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ സമയമെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആദ്യം കേരളത്തിൽ ഒരു ധാരണ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ഉണ്ടാവണം. അതിനുശേഷം തീരുമാനങ്ങളിലേക്ക് പോകാമെന്നാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. കേരളത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഉയർന്നു വരട്ടെ, ഒരു സമവായത്തിലേക്ക് വരട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. നേരത്തെ രമേശ് ചെന്നിത്തല അബിൻ വർക്കിക്കായി രംഗത്തെത്തിയിരുന്നു. അന്ന് ഉന്നയിച്ചിരുന്ന വാദം, നേരത്തെ രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റായ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ, രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് അബിൻ വർക്കിക്കായിരുന്നു. അത് ഒരു സ്വാഭാവിക നീതിയായി അബിൻ വർക്കിയെ ഇപ്പോൾ അധ്യക്ഷനാക്കണം എന്ന ആവശ്യമായിരുന്നു. എന്നാൽ അതിനെ പ്രതിരോധിക്കാനായി മറുവിഭാഗം അന്ന് ഇലക്ഷന്റെ ഭാഗമായി പുറത്തിറക്കിയ ബൈലോയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആ ബൈലോയിൽ പറയുന്ന വോട്ടെടുപ്പിൽ ആദ്യ 3 സ്ഥാനത്ത് വരുന്നവരെ പാർട്ടി ദേശീയ നേതൃത്വം ഇന്റർവ്യൂ ചെയ്യും. ആ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ പ്രസിഡന്റാക്കും, ബാക്കി 2 പേരെ വൈസ് പ്രസിഡന്റാക്കും എന്നുള്ളതാണ്. അപ്പോൾ വോട്ടെടുപ്പ് നേരത്തത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നേരത്തെ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത അബിൻ വർക്കിയെയും അരിത ബാബുവിനെയും ഒപ്പം OK ജനീഷിനെയും കൂടി വിളിച്ചുകൊണ്ട് 3 ഇന്റർവ്യൂ നടത്തി അതിലൊരാളെ പ്രസിഡന്റാക്കണമെന്നാണ് ഈ ബൈലോ ഉയർത്തിക്കൊണ്ടു തരുന്ന വാദം. ഇതോടൊപ്പം തന്നെ KC പക്ഷം നേരത്തെ ബിനു ചുള്ളിലിന്റെ പേര് മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രായപരിധി കഴിഞ്ഞു എന്ന് ഉള്ള പരാതികൾ ലഭിച്ചിരുന്നു. എന്നാൽ അങ്ങനെ പ്രായപരിധി കഴിഞ്ഞിട്ടില്ല എന്നും ഇതിനകത്ത് പറയുന്ന പ്രായപരിധിയുടെ അകത്ത് തന്നെയാണ് ബിനു ചുള്ളിയിൽ നിൽക്കുന്നത് എന്നുമാണ് KC പക്ഷം വാദിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് നമ്മൾ A ഗ്രൂപ്പിന്റെ അവകാശവാദങ്ങളെ കൂടി കാണേണ്ടത്. അധ്യക്ഷ പദവി A ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണെന്നും അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല എന്നും പ്രഖ്യാപിക്കുന്നു. അവർ ഇപ്പോൾ ഭാരവാഹികളുടെ പട്ടികയിലില്ലാത്ത KM അഭിജിത്ത്, JS അഖിൽ തുടങ്ങിയ പേരുകളാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ KM അഭിജിത്തിന് MP മാരടക്കമുള്ളവരുടെ പിന്തുണ കൂടി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിജിത്തിന് നൽകണം. അഭിജിത്ത് നേരത്തെ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ആക്കാം എന്ന് അറിയിച്ചിരുന്നെങ്കിലും അങ്ങനെയുള്ള തീരുമാനം ആയില്ല. അതിനാൽ അഭിജിത്തിനോട് നീതി കാണിക്കണമെന്ന വികാരം വരികയാണ്. അതിന് ഇപ്പോൾ ഏതാണ്ട് പഴയ I ഗ്രൂപ്പുകാരുടെ പിന്തുണയെല്ലാം കൂടുതലായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് ഈ തർക്കം നിലനിൽക്കുന്നതിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അബിനെ എന്തു വില കൊടുത്തും വെട്ടണമെന്ന തീരുമാനത്തിനും വാശിക്കും പിന്നിൽ അബിൻ ഈ വിവാദങ്ങൾ പുറത്തുവരാൻ പണിയെടുത്തുവെന്ന ബോധ്യമാണോ ഉള്ളത് സാജു? മാത്രമല്ല, അബിനിലേക്ക് അങ്ങനെ ചില ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നവർ. പക്ഷേ അബിൻ വർക്കിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഇതുമായി ഒരു ബന്ധവും അബിൻ വർക്കിക്കില്ല. അത്തരത്തിൽ ഏതെങ്കിലും ആരോപണങ്ങൾ പുറമേക്ക് കൊണ്ടുവരാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ ഇടപെടലോ അബിൻ വർക്കി നടത്തിയിട്ടില്ല എന്ന വാദമാണ് അബിൻ വർക്കിയെയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന I ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവർ ഒരു തരത്തിലും യോജിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന് െതിരായ നീക്കങ്ങളിൽ എന്നാണ് അവർ വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഇതൊരു സ്വാഭാവികമായി നടക്കേണ്ട നീതിയാണ് എന്നുള്ളതാണ്. പക്ഷെ അബിൻ വർക്കിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് മറ്റ് ചില തടസ്സങ്ങൾ ഉണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ KPCC അധ്യക്ഷൻ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ആളാണ്. അതുപോലെ തന്നെയാണ് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും. ഒപ്പം മഹിളാ കോൺഗ്രസിലേക്ക് വന്നാൽ അത് ജബി മേത്തറാണ്. അത് മറ്റൊരു ന്യൂനപക്ഷ സമുദായ അംഗമാണ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വരുമ്പോൾ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ അബിൻ വർക്കിയെ വീണ്ടും അവിടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്ന വളരെ ജെന്യുവിനായ വാദം കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം നമുക്കറിയാം കോൺഗ്രസ് എപ്പോഴും സാമുദായിക സമവാക്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുന്ന രീതിയാണുള്ളത്. അത് പരിഗണിക്കുമ്പോൾ ഇതിന്
സാധ്യമല്ല എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അതിന് അബിൻ വർക്കിയോടൊപ്പം നിൽക്കുന്നവരും ഐ ഗ്രൂപ്പും ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ സാമുദായിക സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് മണ്ഡലം തലം മുതൽ നടക്കുന്നത്. രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ സിസ്റ്റം പ്രകാരം മത്സരിച്ച് വരുന്നവരിൽ നിന്നാണ് ഇത് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആ പ്രക്രിയയെ അട്ടിമറിക്കരുത് എന്ന വാദവും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്. ഒരു തരത്തിലുള്ള സമവായവും ഇപ്പോൾ നേതാക്കൾക്കിടയിൽ രൂപപ്പെട്ടിട്ടില്ല. ഗ്രൂപ്പുകളും നേതാക്കളും അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന അല്ലെങ്കിൽ അവകാശവാദങ്ങളുമൊക്കെയായി തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സമവായം ഇക്കാര്യത്തിൽ ഇപ്പോഴും രൂപപ്പെട്ട് കഴിഞ്ഞിട്ടില്ല.